നമ്മളെ വണ്ടിന്റെ ഫുൾ ലുക്ക് ഉണ്ടല്ലേ. ഡോഡ്ജിൽ ഇപ്പൊ ഇറങ്ങിയില് ഏറ്റവും ഹെവി വർക്ക് ഇറങ്ങിയ വണ്ടിയിലത് എന്തിട്ടാടാ മതി മതി മതി. സീനാണ് സീന്. അക്ഷയ ഇടി എങ്ങനെയുണ്ട്? ഇടി എങ്ങനെയുണ്ട്? അടിപൊളി. എത്ര സബ് ഉണ്ട്? സബ് 6 സബ് ഉണ്ട്. സെക്കൻഡ് ടി വി ആയിക്കൊണ്ട് ദബടിയും വരുന്നുണ്ട്. ഇവിടെയും ടി വി വരുന്നുണ്ട്. നമ്മളെ 3 Man എക്സ്പെഡീഷൻ ഇതാണ് നമ്മൾ തുടങ്ങിയ നമ്മളെ പുതിയൊരു പാക്കേജ് ബ്രാൻഡ്. നമ്മൾ പാക്കേജും കാര്യങ്ങളും എങ്ങനെയുണ്ട്? സെറ്റാണ്. ഹലോ ഗെയ്സ്, എല്ലാവർക്കും നമ്മളെ പുതുപുത്തൻ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളെ 3 Man എക്സ്പെഡീഷൻ്റെ പാക്കേജ് ചെയ്യേണ്ടി വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ വന്ന നമ്മളെ കമ്പനി നമ്മളെ ഡോഡ്ജ്, അതായത് പുതുപുത്തൻ വണ്ടിയാണ്. വെറും 8000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നമ്മൾ ഇന്ന് വരുമ്പം കൂടി മീറ്റർ നോക്കിയിട്ടുള്ളൂ. 8000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതും 5ാമത്തെ 6ാമത്തെ ട്രിപ്പ് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വണ്ടി അത്യാവശ്യം ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ നമ്മൾ LED ബാർ നെയിം ബോർഡും ഒക്കെ വെച്ചാണ് വണ്ടി ഒരു ഹെവി വർക്കാണ്. അപ്പോൾ നമുക്ക് ഇതാ നമ്മളെ ട്രാവൽ മേറ്റിൻ്റെ ഒരു 24 സീറ്റില്ലേ, 24 സീറ്റ് ഉണ്ട് നമ്മൾ തൊട്ടടുത്ത്. പിന്നെ ബാക്കി കുറേ വണ്ടികൾ അപ്പുറത്തെ സൈഡ് കിടക്കുന്നുണ്ട്. ഇതിപ്പോൾ രാമക്കൽമേട് വന്നവർക്ക് അറിയാൻ പറ്റും. നമ്മളെ രാമക്കല്ല് ആ വ്യൂ പോയിൻ്റൊക്കെ കയറുന്ന അവിടെയാണ് ഇപ്പോൾ നമ്മൾ നിന്നത്. അപ്പോൾ നമുക്ക് നമ്മളെ വണ്ടീൻ്റെ ഉള്ളൊന്ന് കണ്ടോക്കാം എങ്ങനെ ഉണ്ട്. നമ്മൾ ഓരോട് ചോദിച്ചു വണ്ടീൻ്റെ ഉള്ളിൽ കാണിക്കട്ടെ വെച്ചിട്ടാണ് നമ്മൾ വണ്ടീൻ്റെ ഉള്ളിൽ കാണിക്കുന്നത്. ചില വണ്ടീൻ്റെ ഒന്നും ഉള്ളിൽ നമ്മൾ കാണിക്കാറില്ല. അപ്പോൾ മാക്സിമം നമ്മൾ ഈ വണ്ടിയിൽ എന്തൊക്കെ വർക്കാണ് എടുത്തിരിക്കുന്നത് അതൊക്കെ നമുക്ക് കാണിച്ചു തരാം. നമുക്ക് ഏതായാലും വണ്ടി പോയേക്കാം. രാമക്കൽമേടാണ് വണ്ടി കിടക്കുന്നത്. നമ്മളൊരു പാക്കേജിൻ്റെ ട്രിപ്പ് കഴിക്കേണ്ട ഒന്നാണ്. ഇതാണ്ടല്ലേ ട്രാവൽ മേറ്റിൻ്റെ ഒരു മാർക്കോ പോളോ 24 സീറ്റ് ഇവിടെ ഇറക്കുന്നുണ്ട്. ഓരവിടെ ഉറങ്ങാണ്. അപ്പോൾ വന്നപ്പോൾ ഓരോ ഇവിടെ പുറത്തുണ്ടായിരുന്നു. വണ്ടി ഉണ്ടല്ലേ അങ്ങനെ ഇതാക്കണോ. നമ്മളെ വണ്ടിൻ്റെ ഫുൾ ലുക്ക് ഉണ്ടല്ലേ, വ്യൂവും കാര്യങ്ങളൊക്കെ ഓണായിക്കണതാ. നെയിം ബോർഡാണ് ഹൈലൈറ്റ്. അത് തൊട്ടടുത്ത് ഈ വണ്ടി കിടക്കണോണ്ടാണ് നമുക്കിന്ന് ലോങ്ങിന്ന് കാണിച്ചു തരാൻ പറ്റാതെ. കണ്ടില്ലേ നെയിം ബോർഡ് സംഗതി ഓണാണ്. രാത്രി ഇതിലാറ് വട്ടം ഉണ്ടാവും. ആ ഒരു ക്ലിപ്പ് നമ്മളിതിൽ ആഡ് ചെയ്യണേക്കണം. അപ്പോൾ വണ്ടി ഇതവിടെ കിടക്കണു. നമ്മളെ ഷെഫിയാക്കി അക്ഷയ് ഇവിടെ ഉണ്ട്. അപ്പോൾ രണ്ടാൾ ആദ്യമായിട്ട് നമ്മൾ വീഡിയോയിൽ വരുന്ന ഒരു കിളി പോയി കുത്തിരിക്കുകയാണ്. എന്താണ് ഷെഫിയാക്ക, നല്ല ഉറക്കം ഉറങ്ങിയില്ലേ? നല്ല ഉറക്കം ഉറങ്ങി, അടിപൊളിയായിട്ട് ഉറങ്ങി. ഉച്ചക്ക് നല്ല ഡ്രൈവർ ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. അതെ, അക്ഷയ് ഡ്രൈവറാണ്. ഡബിൾ ആണെന്ന് രണ്ടാളും. എന്താണ് നമ്മളെ പുതുപുത്തൻ ഡോഡ്ജിലെ 3ാമത്തെ പുത്രനല്ലേ? 3ാമത്തെ പുത്രം അല്ലേ? പിന്നെ 3ാമത്തെ BS6 ഫസ്റ്റ് കൊമ്പ് അല്ലേ? വണ്ടിനെ കുറിച്ച് എന്താ നിങ്ങൾക്ക് പറയാനല്ലേ? കണ്ടില്ലേ വെയിലടിച്ചിട്ടുണ്ട്. അമ്മാര് വെയിലടിച്ചിട്ടും നെയിം ബോർഡിന്റെ വട്ടം കണ്ടില്ലേ? ഇത് നമ്മളെ ലെനോറിന്റെ അല്ലേ? ഫസീമിക്ക ലെനോറ കൺസെപ്റ്റ് ആണ് നിങ്ങൾ ഇതാ ഈ കാണുന്നത്. അപ്പൊ നമ്മളെ വണ്ടിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനല്ലേ? അക്ഷയ് ഫസ്റ്റ് ഡ്രൈവാണ്. എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. അപ്പൊ കണ്ടില്ലേ ഇതാണ് വണ്ടിന്റെ ഓവറോൾ ലുക്ക്. അതായത് നമ്മളെ അസ്ത്രയിലാണ് വണ്ടി വന്നിരിക്കുന്നത്. BS6 ബാക്കും തന്നെ അസ്ത്ര ബോഡിയാണ്. വണ്ടി തന്നെ കൊമ്പുമൊക്കെ നോക്കി നമുക്ക് കാണാൻ പറ്റും. ലൈറ്റും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. കാരണം വണ്ടി പണിക്കിട്ട് കൊടുത്തുനിന്ന് ട്രിപ്പ് ഓർഡർ നടത്തിയതാണ്. ഫുൾ വർക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാലും അത്യാവശ്യം വർക്ക് വണ്ടി ലോഡായിട്ടുണ്ട്. അപ്പം നമുക്ക് ഓലോട് തന്നെ ചോദിച്ചു നോക്കാം. ഇതാ സെഫിയാക്കി അക്ഷയ് ഇതാ ക്യാബിലുണ്ട്. എന്താ സെഫിയാക്കി വർത്താനോ? സുഖല്ലേ? സുഖമാണ്. അപ്പൊ നമ്മളെ വണ്ടി നമ്മള് വർക്കിന്റെ അടി നിർത്തിടുന്നല്ലോ നമ്മള്. അതായത് ഈ സീസൺ ഓടാനും വേണ്ടിയില്ലേ? അടുത്ത സീസണിക്ക് ന്യൂ അപ്ഡേഷൻ കണ്ട് ഇങ്ങനെ ഈ ടോപ്പൊക്കെ കണ്ടാറ് എവിടെയൊക്കെ കാലി കിടക്കാണ്. അതായത് നമ്മള് വണ്ടി വർക്കിന്റെ അടിയിലാണ് സീസൺ പെട്ടെന്ന് തുടങ്ങിയത്. അപ്പൊ ഓട്ടങ്ങൾ വന്നപ്പോ എവിടെയാണ് വർക്ക് എത്തിയത് അവിടുന്ന് എടുത്ത് പോകുന്നതാണ്. തൽക്കാലം ഓടാൻ ഇതാ വണ്ടിന്റെ AK-40 ഒക്കെ നമ്മൾ അഡീഷണൽ നെയിം എന്തായാലും സ്നൈപ്പർ ഇതവിടെ ഫ്രണ്ടിലുണ്ട്. പക്ഷെ ക്യാബിനിൽ നമ്മൾ കൊടുത്തിരിക്കണേ AK-47 അല്ലേ? അത്യാവശ്യം വലിയ ക്യാബിനാണ്. അപ്പൊ സെഫിയാക്ക അത് നമ്മളെ വണ്ടി എത്ര ആകുമ്പോഴാണ് ഇത് വർക്ക് വരുന്നത്? 2 പവർ ആകുമ്പോ വരുന്നുണ്ട്, 3 മോണാകുമ്പോ വരുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സൗണ്ടും കാര്യങ്ങളും ഉണ്ട് അല്ലേ? ക്യാബിനുകൾ ലുക്ക് ഉണ്ടല്ലേ? ഇത് ഇനി ഇവിടൊക്കെ വർക്ക് വരാണ്ട് ഇതാ ഇവിടൊക്കെ നമ്മളെ പിക്ചർ വരും അല്ലേ? പിക്ചർ വരും. നമ്മളെ പാക്കേജിൽ ഫസ്റ്റ് ട്രിപ്പ് അല്ലേ? ഫസ്റ്റ് ട്രിപ്പാണ്. ഷെഫിയാക്കാനെ ഞാനും ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. കുറെ വട്ടം ഇങ്ങനെ നമ്മളെ ഈ ഫീൽഡിൽ എല്ലാരും ഇങ്ങനെ പറയുന്നുണ്ട് ഷെഫിയാക്കാണ്. പക്ഷെ കണ്ടു നോക്കുമ്പോ കാക്കൊന്നല്ല, ചുള്ളനാണ്. അത് വേറെ കാര്യം. അക്ഷയ് ഉണ്ട്. അക്ഷയ എന്താണ് നമ്മളെ പാക്കേജിനെ കുറിച്ച് പറയാനുള്ളത്? സൂപ്പറാണ്, അടിപൊളിയാണ്. ഷെഫിയാക്കാനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഞാനും ഷെഫിയാക്കും ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഞങ്ങളെ ഫസ്റ്റ് ട്രിപ്പാണ്. പിന്നെ ഷെഫിയാക്ക നമ്മളെ മുതലാളിമാര് വണ്ടിന്റെ മുതലാളിമാരൊക്കെ പുറത്താണ്. 3 ആളും സൗദിയിലാണ്. ഇവിടെ നിങ്ങള് ഞാനും റിയാസാക്കിമ്പാടെ ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കണേ. അപ്പൊ ഇത് നമ്മള് BS6 ഇതൊരു തുടക്കം. ഇനി വണ്ടികള് വരും. AITP-ലോട്ട്
24 വരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നോക്കുന്നുണ്ട്. ആ ഏതായാലും ഈ ഇനിയിപ്പോ ഈ ഇലക്ഷനൊക്കെ ഒന്ന് കഴിയട്ടെ അല്ലേ? ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ നിയമങ്ങളും ഈ സൗണ്ടിനൊക്കെ ഇത് എടുക്കത്തിനെ നോക്കട്ടെ. അതിനനുസരിച്ച് ബാക്കി അപ്ഡേഷൻ വരും. പിന്നെ അടുത്ത കൊമ്പന്മാരും വരും. അപ്പൊ പിന്നെ നമുക്ക് ഷെഫിയാക്ക നമുക്ക് വണ്ടിനുള്ള കാണിച്ചു കൊടുത്താലോ? കാണിച്ചു കൊടുക്കാം അല്ലേ? കണ്ടില്ലേ നേരെ ഒന്ന് തുറക്കുമ്പോ തന്നെ കണ്ടില്ലേ ഇതൊക്കെ നമ്മളെ ട്രിപ്പിലെന്ന ആളാണ്. ഒറ്റ നോട്ടത്തിൽ ഇങ്ങനെ നോക്കുമ്പോ അത്യാവശ്യം സാധനം ഇതിൽ ലോഡായിട്ടുണ്ട്. അപ്പൊ കണ്ടില്ലേ ഇതാണ് നമ്മളെ വണ്ടിന്റെ ലുക്ക്, അതായത് ഉള്ളിലെ ലുക്ക്. പഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നേരെ ഇതാ ഷെഫിയാക്ക ഇവിടെ ഉണ്ട്. ഷെഫിയാക്ക നിങ്ങൾ എത്ര വർഷമായി നമ്മളെ ഡോർജില്? 2-3 വർഷമായി. 2-3 വർഷമായിട്ട് ഇപ്പൊ ഡോർജിലുണ്ട്. ഡോർജിൽ ഇപ്പൊ ഇറങ്ങിയില് ഏറ്റവും ഹെവി വർക്ക് ഇറങ്ങിയ വണ്ടിയിലത്. അതെ, അത് കാരണം നമുക്ക് ഒറ്റടിക്ക് ബാക്കിക്ക് ആ പഞ്ച് ബോക്സ് കാണുമ്പോ തന്നെ മനസ്സിലാക്കാം. പിന്നെ ബാക്കി കാര്യങ്ങൾ നമ്മളൊന്നും പറയണ്ട, ആകെ സീക്രട്ടാണ്. കണ്ടില്ലേ ഈ ലേസർ വൺ സീനാണ്. ഇത് നമ്മളെ ക്യാമറക്കും സീനാണ്. ഇത് ക്യാമറക്ക് അടിയിട്ട് കഴിഞ്ഞാല് നമുക്ക് ക്യാമറ പോകും. അമ്മാതിരി പവറാണ് ഈ സാധനം. ഇത് സ്മോക്കൊക്കെ ഇട്ട് കഴിഞ്ഞാല് നമുക്ക് ഇതിന്റെ പവർ കാണാൻ പറ്റും. സ്മോക്ക് ആണല്ലേ? ഒന്നും ഓണാക്കിയിട്ടില്ലേ? നമുക്ക് ഇതിന്റെ ഫുള്ള് ലേസറിന്റെ എഫക്ട് കാണിച്ചു കൊടുക്കാണ്ടില്ലേ? നമ്മളെ 3 ഇതാക്കണം സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ ഒട്ടിച്ചിരിക്കണം ഉള്ളില്. വലിയ അത്യാവശ്യം. ഇത് എത്ര ഇഞ്ച് ടി വി ആണ്? 52 ഇഞ്ചിന്റെ ഒരു ടി വി ഇവിടെ ഉണ്ട്. പിന്നെ ഇതാക്കണു സെക്കൻഡ് ടി വി ആയിക്കൊണ്ട് ഇവിടെയും വരുന്നുണ്ട്. ഇവിടെയും അത്യാവശ്യം വലിയൊരു ടി വി. ഇവിടെയും ടി വി വരുന്നുണ്ട്. ഇവിടെ ഒരു ടി വി വരുന്നുണ്ട്, ഫ്രണ്ടിലൊരു ടി വി. അങ്ങനെ 2 ടി വി ആണ് സെക്കൻഡ് ഉള്ളിൽ തന്നെ. പിന്നെ ഫുള്ള് ലൈനർ സ്പീക്കറാണ്. ലൈനർ സ്പീക്കർ പറയണ്ടല്ലോ, അത്യാവശ്യം നല്ല വോയിസ് ആണ്. ഉള്ളിൽ പാട്ടിട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മൾ വോക്കലൊക്കെ ഇട്ടിരുന്ന ഫീലാണ്. പിന്നെ വണ്ടിയിൽ ട്രിപ്പ് വന്നുകൊണ്ട് തന്നെ നമ്മളെ പാർട്ടിക്കാരെ ഒരുപാട് ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് മോശമായി കിടക്കണാക്കാം. സീറ്റ് കവർ കണ്ടില്ല, ഫുള്ള് ഇപ്പോഴും പറഞ്ഞു പോയിട്ടില്ല. ആ ഒരു കണ്ടീഷനിലാണ് വണ്ടി കിടക്കണത്. ഇപ്പം ട്രിപ്പിൻ്റെ അടിയിലാണ് നമ്മൾ എടുത്തത്. ഷെഫിയാക്ക സ്മോക്ക് അടിച്ച് സ്മോക്ക് അടിച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ പകലാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. രാത്രി ആണെങ്കിൽ നമുക്ക് ഇതിലാറെ ഒന്നും കൂടി സെറ്റായിട്ട് കിട്ടും. ഓ സീന് സബ് ഓണാണ്. സബ് മാത്രം ഓണാക്കിയിട്ടുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പീക്കർ ഓണാക്കി കഴിഞ്ഞാൽ കോപ്പറേറ്റും കാര്യങ്ങളും കിട്ടുകയാണല്ലോ. ബാക്കിൽ ഇങ്ങനെ ഒരു ലേസർ ഉണ്ട്. ഇത് വൺ സീനാട്ടോ. രാത്രി ബാക്കിൽ ഓടിച്ചിരിക്കണേ എന്തിട്ടാടാ ഈ സാധനം ഇങ്ങനെ അടിക്കും. ബാക്കിൽ ഇടി രക്ഷയില്ല. അക്ഷയ ഇടി എങ്ങനെയുണ്ട്? ഒരു രക്ഷയില്ലല്ലേ? അല്ല കുറക്ക്. ഞാൻ ആ പവർ അയച്ചു കൊടുക്കട്ടെ. സീനാണ് സീന്. അക്ഷയ ഇടി എങ്ങനെയുണ്ട്? അടിപൊളി. ഒരു രക്ഷയില്ല. എത്ര സബ് ഉണ്ട്? സബ് 6 സബ് ഉണ്ട്. പക്ഷെ അതിൽ 6 ഓണല്ലോ. 6 ഷെഫിയ കണ്ടില്ല അതേമാതിരി ഇങ്ങനെ ഇടക്കിടക്ക് 4 ഓണാക്കിയിട്ടുള്ളൂ. അതായത് ആ ടോപ്പില് 4 ആ 4 ഓണാക്കിന്റെ പവറാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. പിന്നെ അതേമാതിരി അടിയില് പടയിക്കേണ്ട 2 വരുന്നുണ്ട്. വണ്ടി അത്യാവശ്യം വർക്ക് വന്നിക്കണ്. ഈ സാധനം ഓണാവൂലേ? ചെറിയ കംപ്ലൈന്റ്. ഇത് സർവീസ് ചെയ്യണ്ട വരില്ലേ? ഈ സാധനം ചെറിയ. പിന്നെ അതേമാതിരി ഇവിടെ ഈ ലേസർ ഉണ്ട്, ഫ്രണ്ടിൽ കറങ്ങണുണ്ട്. പിന്നെ ഡോട്ട് ലേസർ മാത്രം ഇടാൻ പറ്റുമോ? ഡോട്ട് ലേസർ മാത്രം പോടാം. ഷെഫിയാക്ക വീണ്ടും പുകക്കാണ്. പുകക്കൊരു കുറവില്ല. ബാക്കിൽ നിന്നുള്ള ഡോട്ട് ലേസറാണ് വരുന്നത്. ജീസസ് ആക്കണു തിരിച്ചിട്ട്. പിന്നെ ഇതാക്കണോ നമ്മളെ പാർട്ടിക്കാരെ നമ്മളെ കൂടെ വന്നിട്ടുണ്ട്. നിങ്ങളെ പേരെന്താണ്? സാദിഖ്. നമ്മളെ ഇവിടെ എന്താണ് വണ്ടൂരില്ലേ? വണ്ടൂര് ചെറുകോട് എന്നാണ് നമ്മൾ ട്രിപ്പും കൊണ്ട് വന്നിക്കണേ. എങ്ങനെയുണ്ട് പരിപാടിയൊക്കെ? അടിപൊളിയാണ്. സെറ്റല്ലേ? നമ്മൾ പാക്കേജും കാര്യങ്ങളും എങ്ങനെയുണ്ട്? സെറ്റാണ്. ബാക്കി ടീമൊക്കെ നമ്മളെ രാമക്കല് കയറാൻ വയ്ക്കണം അല്ലേ? മുപ്പര് ഞങ്ങളപ്പോ ഇവിടെ കൂടി. അപ്പൊ ഞങ്ങളിതാക്കണു ഒരേ വൈബിൽ ഇങ്ങനെ വണ്ടിയിൽ ഇരിക്കാണ്. ഷെഫിയാക്ക ഫുള്ള് പുകച്ചിക്കണ്. എന്താ ഷെഫിയാക്ക ഇത് ഹോമ നടക്കണ്ടോ? സീനാണ്. നമ്മളെ അതേമാതിരി നമ്മളെ നിലമ്പൂരിൽ നിന്ന് നമ്മളെ എക്സ്പ്ലോറിന് വണ്ടി ഉണ്ടല്ലോ അവിടെ. എക്സ്പ്ലോറിന് പോയോ? പോയി ഇതുവരെ ഉണ്ടായിന്.
ഷഫീഖ എന്തത് പച്ച ടോട്ടലൈസർ അല്ലേ? ഞാൻ എപ്പോഴാ ശ്രദ്ധിക്കണേ പച്ച ഉണ്ട് ഇതണ്ടില്ലേ? ഗ്രീൻ ഉണ്ട്, റെഡ് ഉണ്ട്. ഗ്രീന് ടോട്ടലൈസർ ആണ് ഇതിൽ വരുന്നത്. അങ്ങനെ നമ്മൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ടീംസൊക്കെ തിരിച്ചു വന്നു. പിന്നെ നമ്മൾ വോക്കലൊക്കെ ഇട്ടിട്ടുള്ള കലാപരിപാടി അങ്ങോട്ട് തുടങ്ങി. അങ്ങനെ നമ്മളെ കൂടെ വന്ന എല്ലാവരും ഒരേ പൊളിച്ചോണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതേപോലത്തെ ട്രിപ്പ് ഇങ്ങൾക്കും പോകണമെന്നുണ്ടെങ്കിൽ ഇതാക്കണം നമ്മളെ 3 Men എക്സ്പെഡീഷൻ്റെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. ഇനി അതല്ല ഇതേപോലത്തെ കിടിലം ബസ്സിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇതാക്കണം നമ്മൾ ബസ്സിൻ്റെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെയും കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ കലാപരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതാക്കണം തിരിച്ച് നമ്മൾ മനുഹോട്ടലിൻ്റെ അടുത്ത് എത്തി. ഇവിടെ എത്തിയേക്കുമ്പോൾ ഒരുപാട് വണ്ടി ഉണ്ട്. നമ്മൾ സമാനുണ്ട്, ജീസസ് ഉണ്ട്, മോസ്കോ ഉണ്ട്, ബ്രൂണോ ഉണ്ട്. കണ്ടില്ല ഒരുപാട് വണ്ടി ഉണ്ട് നമ്മളെ രാമക്കൽമേട് നിന്ന്. അപ്പൊ അതാക്കണം നമ്മളെ 1 ഡേ ട്രിപ്പിന്റെ ലാസ്റ്റ് എൻഡിങ്ങിലാണ്. നമ്മൾ ഇനി തിരിച്ചിനി നാട്ടിൽ പോവാണ്. അപ്പൊ ഈ വീഡിയോസ് കാണുന്ന നിങ്ങൾക്ക് എന്ത് അഭിപ്രായങ്ങളാണ് ഉള്ളത് അതൊക്കെ കമന്റ് ഇടുക. പിന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇനി ഏതായാലും നമ്മൾ അടുത്ത ട്രിപ്പിൽ ഇതേപോലത്തെ അടുത്ത ഏത് വണ്ടിയായിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പൊ അതിന്റെ ഇനി ഫുൾ ലെങ്ത് വീഡിയോ ഒക്കെ നമ്മൾ ഇനി എപ്പോഴും യൂട്യൂബിൽ ഉണ്ടാവും. അപ്പൊ ഏതായാലും നിങ്ങളെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. നിങ്ങളെ സപ്പോർട്ട് തരുന്നതിനനുസരിച്ച് നമ്മൾ മാക്സിമം എല്ലാ വണ്ടിന്റെ വീഡിയോസ് അയക്കാണ്ട് അപ്പൊ നമ്മൾ യൂട്യൂബിൽ കാണും. അപ്പൊ ഏതായാലും നമുക്ക് ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.